ഗൈസ്, കോഡിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നാരുട്ടോ അൾട്ടിമേറ്റ് നിഞ്ച എപ്പിസോഡാണിത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ജൂനിയർ എക്സാം ആർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഇത് ഫുള്ള് ഫൈറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഉള്ള എല്ലാം ഫൈറ്റിംഗ് ആണ്. ഗൈസ്, ചെറിയൊരു പണികളുണ്ട്, ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. സൗണ്ട് ചെയ്തില്ല, കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹെഡ്സെറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ആയെന്ന് അറിയത്തില്ല, ഞാൻ ഒന്ന് റെഡിയാക്കാൻ നോക്കിയിട്ടുണ്ട്. സൗണ്ടിലെങ്കിലും പതലുണ്ടായി എന്ന് പറയണം. പാട്ടം കാര്യമില്ലല്ലോ. ഭയങ്കര പുലിവാലായി. ഈ ഗെയിം തുടരണമെന്ന് ഒരിക്കലും സംശയമുണ്ട്, കാരണം സപ്പോർട്ട് ആരുമില്ല. അതുകൂടെ ഒന്ന് പറഞ്ഞേക്ക്, തുടരണോ അതോ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കണോ? വേറെ എന്തെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ ആ ഗെയിമിൻ്റെ പേരും കൂടെ പറയണം. വെറുതെ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കളിക്കൊരു ഗെയിം വേണ്ടേ? ഇത് എപ്പോഴാണ് പോകേണ്ടത്? പോകേണ്ട സ്ഥലം കറക്റ്റായിട്ട് തിരിഞ്ഞു പോയി. ഇങ്ങോട്ടല്ല, കേതാപ്പനുണ്ടായിരിക്കും. നേരെ അങ്ങോട്ടാവില്ല. കഴിഞ്ഞ കളി പ്യുവറായിട്ടും മഴയാണ് പണിതത്. ഈ കളിയിൽ എന്തോ പണിയാൻ പോണെന്ന് അറിയത്തില്ല. വെള്ളത്തിനകത്ത് ഇനി വെള്ളത്തിൽ നിന്ന് ഇറങ്ങണം. അതിശക്തമായി ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ പേര് മറ്റേ ഇതില്ലേ, ഇത് നോക്കട്ടെ. just heard through that he was spotted out in the forest. Okay, ഇപ്പൊ മനസ്സിലായി. All right, let me help me. Just got a secret search the forest. I'd like to say you're the last person who help I need, but I'll take any I can get. Sorry, I apparently don't. Okay, I get that. Akamaru ran away the high speed, escaped the forest. അതായത് കിബയുടെ ഒരു പട്ടിയുണ്ടല്ലോ, അത് കാട്ടിലേക്ക് പോയി, മറ്റേ ഫോറസ്റ്റ് ഓഫ് ഡെത്തിലോട്ട് പോയി. നാറുട്ടോ അങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അതത്ര ഉള്ളു, വലുതായിട്ടൊന്നുമില്ല, അത്ര ഉള്ളു. എങ്ങനെയാണെന്ന് അറിയത്തില്ല കണ്ടുപിടിക്കുന്നത്. ഈ വഴി തന്നെ അങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം. അത് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ പിടിക്കണമെന്ന് അറിയത്തില്ല. അയ്യോ, അത് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ ഇല്ലാതെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ടാണ് പോട്ടെ. നമ്മൾ ദൂരമൊക്കെ അടുത്താണ്. അതിൻ്റെ അടുത്ത് പോയേ പറ്റും. കവറായി. അതിൻ്റെ അടുത്തോട്ട് എത്തണം. ജസ്റ്റ് പേടിച്ചാൽ നമ്മളൊരു വലിയ ആൾ വരും. വീണ്ടും പണി. അതിൻ്റെ അടുത്തടുത്തായിട്ട് പയ്യെ എത്തി വരുന്നുണ്ട്. മരമൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടാണ് വരുന്നത്, അത്ര ഉള്ളു. നാറുട്ടോ ആരാ പയ്യെ അത് 600 ആവുന്നു. അത് കൂടും കേട്ടോ, നമ്മൾ അനുഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂടും. ഇപ്പം 500 500 സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് വളരെ കുറവാണ്. ഇത് നമ്മുടെ അടുത്ത് കിട്ടും കേട്ടോ. ഞാൻ പട്ടിയുടെ ഇവിടെ പടം കാണിച്ച്, ഇപ്പോൾ ഒന്നുകൂടെ വരുമായിരിക്കും കേട്ടോ. ഒന്നുകൂടെ കാണിച്ച് അതിനടുത്ത് പോയാൽ പറ്റത്തുള്ള, അതിനടുത്ത് പോകണം.
30 മീറ്റർ കൂടെ ഉള്ളൂ. 30 മീറ്റർ, 30 300, ഇപ്പോൾ 270 ഇപ്പോൾ 250 കഴിഞ്ഞു. അതിനെ കാണാൻ തുടങ്ങി. 100 പോകുന്നു. 150 ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഗെയിം പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ നാറുട്ടോ ഫാൻസിനായിരുന്നു. നാറുട്ടോ ഫാൻസ് കളിക്കുന്ന ഗെയിം തന്നെ. അയ്യോ വണ്ടത്തരം. അയ്യോ ഇല്ലില്ല. അമർക്കാരെ പിടിച്ചേക്കൊണ്ട് കൊള്ളാം. തൊട്ടടുത്ത് 80 മീറ്റർ, 60 മീറ്റർ തൊട്ടടുത്തൂടെ. തൊട്ട് അടുത്ത് 20, 19 ക്യാച്ച്. പിടിച്ച് എൻ്റെ പോലെ അത്രയുള്ള പിടിച്ചങ്ങ് എടുത്ത് കയ്യെ പിടിച്ച് നോക്കിയേക്കും. അയ്യോ എന്നെ പിടിയേട്ടാ. കീമൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും. അത്രേ ഉള്ളു. പക്ഷേ 2 മിസ്സായി കേട്ടാ. ടൈം നല്ല സ്ലോയിൽ പോയി. ഒക്കെ അത് എത്തായിരുന്നു. നമ്മൾ പയ്യെ ഇതായിട്ട് മോഡായിട്ട് കളിച്ചില്ല. ഗെയിമിനെ പെട്ടെന്ന് കൂളായിട്ട് കളിച്ചു. അതിന് കുറേ പ്രശ്നം. എനിക്ക് ടൈം കളയാൻ വയ്യ. കള മതി, മനസ്സിലായി. ഇതിനെ നിങ്ങൾ സഹായിച്ചു. എനിക്ക് ആ XP മാത്രം മതി. മിഷൻ XP. സീക്രട്ട് സ്കോളൊന്നും എനിക്ക് വേണ്ട. അത് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യം വരും കേട്ടാ. വേറെ കാര്യം. കൈ സ്വീറ്റിക്കാരായിട്ട് വന്ന് മെയിൻ ആൻഡ് സൈഡ് ബ്രാഞ്ച് ഫേസ് ഓഫ്. എന്തൊക്കെയാണോ ആരൊക്കെയായിട്ടാണോ ഫൈറ്റ് അറിയത്തില്ല. നോക്കാം. 3 ഫൈറ്റേ ഞാൻ കളിക്കത്തുള്ളേ. ഞാൻ ഇന്നലെ 4-5 കളിയങ്ങാണ്ട് ഇതങ്ങാണ്ട് കളിച്ചിട്ട്, മിഷനങ്ങാണ്ട് കളിച്ചിട്ട് ഇപ്പോൾ നീ നമ്മൾ മറ്റേ ഇവിടെ ഇരട്ടെ മാറി. വിത്ത് ദ ബാറ്റിൽ ഇൻ ദ സ്റ്റേറ്റ് വെയർ അൾട്ടിമേറ്റ് ജയിച്ചു ആൻഡ് ഹിറ്റ് ഇമ്പാക്ട്സ് യൂസ് എനിമി അറ്റാക്ക് പവർ ഹൈ. അറിയില്ല, ഒന്നും മനസ്സിലായില്ല. ഇവർക്ക് 2 ബുക്കും മറ്റേ വ്യാഹു കണ്ണ്. ഇത് കൊള്ളയില്ല കൈ. ഒറ്റടി. അടി. അത്രേ ഉള്ളു. ഇവക്ക് മറ്റേ പാടില്ല കേട്ടാ. അൾട്ടിമേറ്റ് ചോദില്ല, വലിയ ചോദില്ല. അത്രേ ഉള്ളു. തീപ്പൊരിക്കളി. ഇത് ഇങ്ങനെ അടിക്കാൻ പറ്റാതെ തീർച്ചയായിട്ടാ. ഇരട്ട ആരാ ഓണ്. ഇരട്ട ഇതിലാ കുറച്ച് ഇവ കണ്ടോളേ. പവർ ടാറ്റ. ചെക്ക് കൊള്ളാം. ജസ്റ്റ്
തള്ളിയിട്ടിട്ട് ഒറ്റ അടി. അത്ര ഉള്ളു. ഇത് കൊള്ളാം കേട്ടോ ഈ ഫൈറ്റ്. ഒന്നുകൂടെ തള്ളി ഒറ്റടി. ഇതുകൂടെ ചവിട്ടിയത്. അടിച്ചു അടിച്ചു. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. അയ്യോ പറ്റുന്നില്ല. ഓ അടിപൊളി അടിയായിരുന്നു കേട്ടാ. ഇത് മറ്റേ എക്സാം ഹാളല്ലേ? അല്ല ഫൈറ്റ് ചെയ്യണം. അടി 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 അടി. അത്ര ഉള്ളിക്ക്. ഓ കിരട്ട ഹയുഗ എല്ലാം കംപ്ലീറ്റ് ആയി. ഓർഡർ വെച്ച്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫൈറ്റ് കഴിഞ്ഞു. ഈ രണ്ടെണ്ണം കൂടെ മാത്രം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെറുട്ടോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. എന്തിനു പറയാം, നെറുട്ടോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഏതൊക്കെ ഗെയിം കളിക്കണമെന്ന് ഗൈസ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ കളിക്കാം ഗൈസ്. കളിക്കും, കളിച്ചിരിക്കും. ഓക്കെ ഈ രണ്ടെണ്ണം കൂടെ ചെയ്യാനുള്ള എക്സ്പി വേണം. എക്സ്പി ഉണ്ടല്ലോ. ഒരെണ്ണം ചെയ്താലും അടുത്ത് ചെയ്യാനുള്ള എക്സ്പി അല്ല ആ ചെയ്യാനുള്ള ഇത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പെട്ടെന്ന് തീരും. ഈ 2 വീഡിയോ കൂടെ ഇതുപോലെ ചെയ്താൽ മതി. 12 മിനിറ്റായി. ഉഗാര റിവർ ഓഫ് ദ എമോഷൻ. സംഭവം അറിയാം. ഗാര വേഴ്സസ് റോഗ്ലി. അല്ല ആ ഒരു നറുട്ടയ്ക്കകത്ത് ഗാര ഒന്നും ചെയ്തില്ല. ഇതിന് ഒരു ഗാരമായിട്ട് പണിയുള്ളൂ. എടാ അടിച്ച് തൊലക്ക് അടി. അടിച്ചുറക്കുന്നു ലീല്. കാരൊക്കെ ശരിക്കുന്നില്ല ഓർമ്മ കേട്ടോ. ചക്രാശൂറിയിലടിച്ച് ചക്രാശൂറിക്ക്. നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ തീപ്പൊരിയ. തീയല്ല ആളിക്കത്തത്. അടി അടി. ഒരു ലീല മുഖം കണ്ട. അത്ര ഉള്ളു. അടുത്തില്ലട്ടെ. അത്രയോട്. അപ്പം ഇതെന്തോടെ വയ്ക്കാം. വയ്ക്ക്. ഓ ചവിട്ടുണ്ട്. യാ അവിടെ എന്തോ പറഞ്ഞു. ഓടുന്നു. യാ അടിക്കുന്നു. എന്നാ അടിക്കുന്നു. എൻ്റെ ഓണെ ചെക്കനെ മോഹമൊക്കെ മാറുന്നുണ്ട. ലീനെ കറക്റ്റായിട്ട് ലീയെ പോലെ തന്നെ കാണിക്കുന്നു. റോക്ലി. മോള് സ്ട്രീറ്റ് പവർ ഓഫ് ലീ.
ഇവൻ ലോങ് ആക്രമിക്കാൻ പാടില്ല, ഇവനടുത്ത് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യണം. യെസ്, അടിച്ചിട്ട് കഴിച്ചാ അത്രേ ഉള്ളു. ഏതാ വന്നാലും അത്ര ഉള്ളു റോക്ലിക്ക്. പക്ഷെ ആ കളി റോക്ലി തോറ്റു പോയെന്ന് തോന്നുന്നു. കൂടുതൽ പറഞ്ഞാൽ പറ്റുകയല്ലേ, പവർ കൂടുതലുള്ള. അതിലോട്ടാണെങ്കിൽ ഇവൻ നമ്മളെ ആക്രമിച്ച ഡാമേജ് വരുത്തണം. ഇത് ഡൂബിനെ പോലെയൊക്കെ കാണിക്കും. അതായത് കളിക്കറിയാത്ത പോലെ. ഇനി ഒറ്റ മാച്ച് കൂടെ ഉള്ളു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വീഡിയോ. ഇപ്പം 5ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഗെയിം ഓടിക്കാൻ ഞാൻ പെട്ടെന്ന് നോക്കുക. വീഡിയോ എത്ര എപ്പിസോഡ് വരുമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഒരു 10-15 എപ്പിസോഡ് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് കൂടെ ഇതാരുമായിട്ടാണോ ആവോ സബർ ഇത് സമരം വായിക്കണേ. ഇത്ര നാളെ സബർ വായിച്ച കളിക്കുന്നത് ജിറയ്യൊക്കെ എഴുതിയിരിക്കുന്നു. ജിറയ്യ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാ. ക്രിയേഷൻ ഓഫ് ദ ജിറയ്യ ദ ലെജൻഡറി ടോൾഡ് സാഗർ. ഇത് മറ്റേ ഇതിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന നോക്കട്ടെ. ഇല്ലെങ്കിൽ കട്ട് ചെയ്യും. പറഞ്ഞിട്ട് കട്ട് ചെയ്യത്തുള്ളൂ, മേടിക്കണ്ട. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ശരി ഗൈസ്, ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, നമ്മളങ്ങനെ ജയിച്ചിട്ടുണ്ട്. I did it. ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ശരി, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നീട് താഴെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടപ്പെടാത്ത കാരണം പറയുക. പിന്നെ പുതിയ ഗെയിം അറിയാമെങ്കിൽ പറയുക. ഈ ഗെയിം മോശമാണ്, കൊള്ളത്തില്ല, ഈ ഗെയിം കളിച്ചിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല എനിക്ക്, അതും പറയുക. ഗെയിം സ്റ്റോപ്പ് ചെയ്യാം, ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാം. വേറെ ഗെയിം വേണമെങ്കിൽ അതും കൂടെ പറയുക. ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ടല്ല, ആ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഗെയിമും കൂടെ പറയണം. ഏത് ഗെയിം കളിക്കണം എന്ന് കൂടെ പറയണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പുതിയ ഗെയിമിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഗൈസ്, ബൈ ബൈ.